ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പം ടോപ്പ് 10 എസ് യു വിസ് ആയിക്കോട്ടെ, സബ് 4 മീറ്റർ എസ് യു വിസ് ആയിക്കോട്ടെ, എബോവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വിസ് ആയിക്കോട്ടെ തുടങ്ങിയ എല്ലാ എസ് യു വിസിൻ്റെയും സെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മിഡ് സൈസ് എസ് യു വിസ്, അതായത് 4.4 to 4.7 മീറ്റേഴ്സ് വരെ ലെങ്ത് വരുന്ന എസ് യു വിസിൻ്റെ സെയിലാണ്. അതിൽ 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ സിട്രോയിൻ്റെ C5 ആക്ട്രോസ് ആണ്. കാര്യമൊന്നുമില്ല എന്ന് പറയാനുള്ള കാരണം സിട്രോയിൻ തന്നെയാണ്. അവർ വണ്ടി ഇറക്കിയപ്പം CB വഴിയാണ് കൊണ്ടുവന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. പറഞ്ഞു വരുമ്പം ലേറ്റസ്റ്റ് വേർഷനൊക്കെയാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഉള്ള പുറത്തുള്ള ഫേസ് ലിഫ്റ്റഡ് വേർഷൻ തന്നെയാണ് ഇന്ത്യയിൽ അവർ വിൽക്കുന്നത്. പക്ഷേ വില കൂടുതലായതുകൊണ്ടും അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും മറ്റ് പല ഓപ്ഷൻസ് ഇപ്പോൾ പ്രൈസ് പോയിന്റിൽ അവൈലബിൾ ആയതുകൊണ്ടും ആൾക്കാർ ഇതങ്ങനെ വാങ്ങാറില്ല. കഴിഞ്ഞ മാസം ജസ്റ്റ് ഒറ്റ വണ്ടിയുടെ സെയിൽ മാത്രമേ ഇതിന് കിട്ടിയിട്ടുള്ളൂ. ഇനി ഈ ജാനുവരിയിൽ നോക്കാനാണെങ്കിൽ, അതായത് മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ജാനുവരി മാസത്തിൽ വണ്ടികളുടെ സെയിലൊന്നും ഇതിന് കിട്ടിയിട്ടില്ല. അതായത് ഒരു വണ്ടിയുടെ വ്യത്യാസം, ഗ്രോത്ത് ഡീ ഗ്രോത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. അതാണ് നമ്മുടെ 11th പൊസിഷൻ്റെ വണ്ടിയുടെ കാര്യം. ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. നമ്മളെല്ലാവരും ബാക്കിയുള്ള വാഹനങ്ങളുടെ ഇൻഫർമേഷൻ, അതായത് ഇപ്പോൾ യൂസ്ഡ് വണ്ടിയൊക്കെ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി കാണുകയാണെങ്കിൽ അതിന് ഇൻഫർമേഷനൊക്കെ എടുക്കണമെന്നുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ, ഈവൻ പൊല്യൂഷൻ ആണെങ്കിൽ പോലും എല്ലാം നമ്മൾ ഓരോ പല ആപ്പ് വെച്ചാണ് ചെയ്യാറ്. പക്ഷേ ഇത് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ പൊല്യൂഷൻ ചെക്ക് ചെയ്തിട്ട് നിയർ ബൈ പൊല്യൂഷൻ സെൻറ്റേഴ്സ് എവിടെയാണെന്നുള്ളത് നമുക്ക് ഇതും ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ആപ്പ് വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ ഇതിൽ പറ്റും. ഇത് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻ കമൻറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മുടെ ലിസ്റ്റിൽ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫോക്സ്വാഗൻ ടിഗ്വാൻ ആണ്. പറഞ്ഞു വരുമ്പം ഇതിന് ജസ്റ്റ് 2 വണ്ടികളുടെ സെയിൽ മാത്രമേ ഉള്ളൂ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. കഴിഞ്ഞ മാസം ഈവൻ ജാനുവരിയിലാണെങ്കിലും ജസ്റ്റ് ഒറ്റ വണ്ടിയുടെ സെയിലേ കിട്ടിയിട്ടുള്ളൂ. അതായത് ഒരു വണ്ടിയുടെ ഡിഫറൻസും 100% ഡീ ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിപ്പോൾ ജസ്റ്റ് ഒറ്റ വണ്ടിയുടെ സെയിൽ 2 ആകുമ്പോഴേക്കും ഡബിൾ ആവും. അതുകൊണ്ടാണ് ഗ്രോത്ത് റേറ്റ് 100% ആയത്. ടെക്നിക്കലി ഈ ലിസ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഇതാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ വണ്ടി ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് നിർത്തി. കാരണം നമ്മുടെ ടിഗ്വാൻ്റെ പുതിയ R ലൈൻ അടുത്ത് തന്നെ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് പഴയ വണ്ടി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീലർഷിപ്പിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് മാത്രമേ കിട്ടുള്ളൂ. പുതിയതായിട്ട് വാങ്ങാൻ എന്തായാലും അവർ കൊണ്ടുവരുന്നില്ല. എനിവേ, ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ടിസോൺ ആണ്. ഈ വണ്ടിയുടെ പുതിയ ജനറേഷൻ അപ്ഡേറ്റ് വന്നപ്പോൾ തൊട്ട് നല്ലൊരു സ്വീകാര്യതയാണ് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നത്, പ്രത്യേകിച്ച് ഇനീഷ്യൽ ദിവസങ്ങളിൽ. ഇപ്പോൾ പക്ഷേ പിന്നെ കുറച്ച് സെയിൽ കുറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ മാസം 73 യൂണിറ്റ്സ് വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അതിന് കിട്ടിയുള്ളൂ. ജാനുവരിയിലും 64 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 9 വണ്ടികളുടെ വ്യത്യാസവും 14.06% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം ഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ആക്സെപ്റ്റൻസിലാണ് പ്രശ്നം. മിക്കവാറും ആൾക്കാരൊക്കെ ഇപ്പം മഹീന്ദ്രയുടെ വാഹനങ്ങളാണ് ഒരു പ്രൈസ് പോയിന്റിൽ എടുക്കുന്നത്. XUV700 ആയിക്കോട്ടെ, സ്കോർപ്പിയോൻ ആയിക്കോട്ടെ, ഇനിയിപ്പം XEV9യും B6ഉം കൂടെ ആ ഒരു പ്രൈസ് പോയിന്റിൽ എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള വണ്ടികളുടെയൊക്കെ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. ഇനി അതുപോലെ തന്നെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ ജീപ്പ് കോമ്പസ്. ഈ വണ്ടിയും ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് വളരെ വലിയൊരു സക്സസ് ആയിരുന്നു 2017. പക്ഷേ ഇപ്പം വളരെ മോശം അവസ്ഥയാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. കഴിഞ്ഞ മാസം ജസ്റ്റ് 120 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുപോലെ ജാനുവരിയിലാണെങ്കിലും 173 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 53 വണ്ടികളുടെ വ്യത്യാസവും 30.64% ഡീ ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കോമ്പസ്. ഇതിൻ്റെ ഇൻ്റർനാഷണലി പുതിയൊരു ജനറേഷനൊക്കെ അവരിപ്പോൾ ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഇറങ്ങും. പക്ഷേ ഇൻ്റർനാഷണലി എന്നാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ അവരിപ്പം തൽക്കാലത്തേക്ക് കൊണ്ടുവരാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കൊണ്ടുവരില്ല എന്നാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് നോക്കാം, കാരണം ഇവർക്കിപ്പോൾ അങ്ങനെ നോക്കാനാണ് പ്രത്യേകിച്ച് ഒരു വണ്ടിയും കൊണ്ടുവരാൻ പറ്റില്ല. അടുത്ത നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന MG ഹെക്ടറിൻ്റെയും ഹെക്ടർ പ്ലസിൻ്റെയും കമ്പൈൻഡ് സെയിലാണ്. കഴിഞ്ഞ മാസം 515 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് രണ്ടിനും കൂടെ കിട്ടിയത്. ജാനുവരിയിൽ 449 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 66 വാഹനങ്ങളുടെ വ്യത്യാസവും 14.7% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എഗൈൻ ഗ്രോത്ത് റേറ്റൊക്കെ വളരെ ഡീസൻ്റ് ആണ്. ടെക്നിക്കലി നമ്മുടെ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇത് തന്നെയാണ്. പക്ഷേ ഇതും ടിസോണിൻ്റെയും ഗ്രോത്ത് പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസമില്ല. ടിസോൺ 14.06ഉം ഇത് 14.7ഉം ആണ്, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ MGയുടെ കേസ് എടുക്കാനാണെങ്കിൽ അവരിപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനം വിൻസർ EV ആണ്. പിന്നെ ZS EVയും വലിയ കുഴപ്പമില്ലാതെ വിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് സൈഡായി. ഹെക്ടർ കൊണ്ടാണ് അവർ ആദ്യം വന്നത്, പക്ഷെ എന്നാലും ഇപ്പോൾ അത് അത്ര വലിയ പ്രൊമനൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല. അതുപോലെ അടുത്ത നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന ഹ്യുണ്ടായുടെ അൽക്കസാർ ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 1264 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ജാനുവരിയിൽ 1310 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 46 വാഹനങ്ങളുടെ വ്യത്യാസവും 3.51% ഡീ ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിലെ ടോട്ടൽ 5 വാഹനങ്ങൾക്കാണ് ഡീ ഗ്രോത്ത് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് മന്ത് ഓൺ മന്തിൽ വന്നിരിക്കുന്ന വാഹനമാണ് അൽക്കസാർ. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, സെയിൽസ് ഓവറോൾ നോക്കുമ്പം കുറച്ച് കുറവാണ്. 1300 റേഞ്ചിൽ വന്നിട്ടുള്ളൂ. ഈവൻ നമ്മുടെ ഹാരിയർ സഫാരി
അതിനൊക്കെ ഇതിനേക്കാൾ കൂടുതൽ സെയിൽ കിട്ടുന്നു എന്ന് പറയുമ്പം കുറച്ച് മോശമാണ്. കാരണം ഈ വണ്ടിയുടെ പ്രൈസ് പോയിൻ്റൊക്കെ അതിനേക്കാൾ കുറച്ചുകൂടെ താഴത്തെ ഒരു രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് ക്രെറ്റ ബേസ്ഡ് ആയിട്ടുള്ളൊരു 7 സീറ്റർ SUV ആണ്. പക്ഷേ കാരൻസ് പോലെ അത്രയും വില കുറച്ച് വിൽക്കുന്നില്ല എന്ന് മാത്രം. അത് പറഞ്ഞപ്പോൾ നമ്മുടെ 5th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ടാറ്റ ഹാരിയർ ആണ്. ഈ വാഹനത്തിന് ഇപ്പോൾ പണ്ടത്തെ അത്രയും ഡിമാൻഡ് ഇല്ല എങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു ഡിമാൻഡുണ്ട്. ഇതൊരു ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്താണ്, അതനുസരിച്ച് സെയിൽ ശരിക്കും കൂടേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ വലിയൊരു രീതിയിൽ കൂടിയിട്ടില്ല. കഴിഞ്ഞ മാസം 1376 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജാനുവരിയിൽ 1488 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 112 വാഹനങ്ങളുടെ വ്യത്യാസവും 7.53% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഹാരിയർ. അതുപോലെ തന്നെയാണ് സഫാരിയുടെ കേസും. ഈ വാഹനം അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന ഈ വണ്ടിയാണ്. കഴിഞ്ഞ മാസം 1562 വാഹനങ്ങളുടെ സെയിലാണ് സഫാരിക്ക് കിട്ടിയിരിക്കുന്നത്. ജാനുവരി മാസത്തിൽ 1548 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 14 വാഹനങ്ങളുടെ വ്യത്യാസം 0.9% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനമാണ് സഫാരി. പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ കാലങ്ങളായിട്ട് നോക്കാനാണെങ്കിൽ ഹാരിയറിലും കൂടുതൽ സെയിൽ എല്ലാ മാസങ്ങളും സഫാരിക്ക് തന്നെയാണ് കിട്ടാറുള്ളത്. പക്ഷേ പണ്ട് 2021-22 ആ കാലത്ത് ഒക്കെ കൂടുതൽ സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടി ഹാരിയർ ആയിരുന്നു. സഫാരിക്ക് അത്രയും സെയിൽ അങ്ങനെ കിട്ടാറില്ലായിരുന്നു. ഇനി ഇപ്പോൾ നമ്മൾ ടോപ്പ് 3ലേക്ക് കയറി അതിൽ 3rd പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ അടുത്ത് വന്ന ഇലക്ട്രിക് വാഹനമായ XEV9 ആണ്. ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണെന്ന് വെച്ചാൽ ബാക്കി പറഞ്ഞ കമ്പനികളെല്ലാം ഡീസലിലും പെട്രോളിലും ഒക്കെ നമുക്ക് പല വേർഷൻസ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ ഇലക്ട്രിക് മാത്രമേ ഉള്ളൂ. അതും ഇലക്ട്രിക് മാത്രമുള്ളൊരു വാഹനം, അത് ഇത്രയും വിലയുള്ളൊരു വാഹനം ഇറക്കിയപ്പോൾ തന്നെ ഇങ്ങനെ സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലെവൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ മാസം 2205 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. സെയിൽ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അവർ മെൻഷൻ ചെയ്യുന്നത്. കാരണം മാർച്ചിൽ ഇതിൻ്റെ സെയിൽ തുടങ്ങുള്ളൂ. സെയിൽ ഇൻ ദ സെൻസ് ആൾക്കാർക്ക് വണ്ടി ഡെലിവറി കൊടുത്ത് തുടങ്ങുള്ളൂ. ജാനുവരി മാസത്തിൽ 1137 വണ്ടികളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് 1068 വാഹനങ്ങളുടെ വ്യത്യാസവും 93.93% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ടെക്നിക്കലി നോക്കാനാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ഇതാണ്. തിയറിറ്റിക്കലി നോക്കുമ്പോൾ വേണമെങ്കിൽ ഇതാണ് ഏറ്റവും കൂടുതൽ വന്നതെന്ന് പറയാം. കാരണം ടിക്വാൻ ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഒറ്റ വണ്ടിയുടെ വ്യത്യാസത്തിലാണല്ലോ 100% ആയത്. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം മഹീന്ദ്രയുടെ തന്നെയാണ് XUV700. 7468 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചത്. ജാനുവരിയിൽ 8399 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നു. 931 വാഹനങ്ങളുടെ വ്യത്യാസം 11.08% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ കിട്ടിയ വണ്ടി ഇതാണ്. പക്ഷേ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. ഒന്നാമത് ഈ പ്രൈസിലുള്ള വണ്ടിക്ക് ഇത്രയും സെയിൽ കിട്ടുന്നുണ്ട്. രണ്ടാമത് 3 വർഷം മുന്നേ ഇറങ്ങിയ വണ്ടിയാണ്. അത് ശരിക്കും 4 വർഷമായി ഇറങ്ങിയിട്ട്, എന്നിട്ടും ഇപ്പോഴും ഡിമാൻഡ് അങ്ങനെ കുറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന സ്കോർപിയോ എന്നും. ശരിക്കും ഈ ഒരു ടെറിട്ടറി അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര അടക്കി വാഴുന്ന സെഗ്മെൻ്റ് ആണെന്നൊരു സംശയമില്ലാതെ പറയാം. ഇത്രയും പ്രൈസി ആയിട്ടുള്ള വാഹനങ്ങൾ, ബേസ് മോഡലിന് വില കുറവാണ്, പക്ഷെ എന്നാലും അങ്ങനെ അധികം ആൾക്കാർ ബേസ് മോഡൽ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് പോലും ഇത്രയും സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ മാസം 13,618 വാഹനങ്ങളാണ് സ്കോർപിയോ എന്നും ക്ലാസിക്കും രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് അവർ വിറ്റത്. ജാനുവരിയിൽ 15,442 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. 1824 വാഹനങ്ങളുടെ വ്യത്യാസവും 11.81% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, ഇത്രയും സെയിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. എന്തായാലും ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.